തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി കേസിലെ മൂന്നാം പ്രതി ആലുവ സ്വദേശി എം.കെ. നാസറിന് ജാമ്യം. വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 9 വർഷമായി ജയിലിൽ കഴിയുന്നു എന്ന വാദം അംഗീകരിച്ചാണ് നടപടി. നാസർ ഉൾപ്പെടെയുള്ള 3 പ്രതികൾക്ക് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി നേരത്തെ ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരുന്നു. കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞതായും കോടതി പറഞ്ഞിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ മതനിന്ദ ആരോപിച്ചായിരുന്നു കേസിലെ മുഖ്യപ്രതി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയത്. കേസിൽ എം.കെ. നാസർ, 2ാം പ്രതി മൂവാറ്റുപുഴ സ്വദേശി സജിൽ, 5ാം പ്രതി കടുങ്ങല്ലൂർ സ്വദേശി നജീബ് എന്നിവരെ ജീവപര്യന്തം തടവിനാണ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ശിക്ഷിച്ചത്. 9ാം പ്രതി ആലുവ കടുങ്ങല്ലൂർ കുഞ്ഞിണ്ണിക്കര മണ്ണാർകാട് വീട്ടിൽ M.K. നൌഷാദ്, 11ാം പ്രതി ആലുവ കടുങ്ങല്ലൂർ കുഞ്ഞിണ്ണിക്കര പുളിയത്ത് വീട്ടിൽ P.P. മൊയ്തീൻ കുഞ്ഞ്, 12ാം പ്രതി ആലുവ വെസ്റ്റ് തായിക്കാട്ടുകര പണിക്കരു വീട്ടിൽ PM ആയൂബ് എന്നിവരെ 3 വർഷം തടവിന് ശിക്ഷിച്ചു. 2010 ജൂലൈ 4-നാണ് പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിയത്. കോളേജിലെ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യക്കടലാസിൽ പ്രവാചകനെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പോപ്പുലർ ഫണ്ട് എന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഭീകര സംഘടനയിൽ അംഗമായ M.K. നാസറാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. ഗൂഢാലോചനയിലും ഇയാൾക്ക് പങ്കുണ്ട്. ആക്രമണത്തിന് നിയോഗിച്ച സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് നാസറാണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈലുകളും സിമ്മുകളും ഒളിപ്പിച്ചത് ഇയാളാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു. 1ാം ഘട്ട വിചാരണ നേരിട്ടവരിൽ 13 പേരെ കോടതി ശിക്ഷിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ 18 പേരെ വിട്ടയച്ചു. 2015 ശേഷം അറസ്റ്റിലായ 11 പ്രതികളുടെ വിചാരണയാണ് 2ാം ഘട്ടത്തിൽ നടത്തിയത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോവുകയും ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം അറസ്റ്റിലാവുകയും ചെയ്ത പ്രതികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ആക്രമണം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് 2ാം ഘട്ട വിചാരണ പൂർത്തിയാക്കിയത്.